ഒരു വെക്റ്റർ സ്പേസിന്റെ ബേസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസും കുറച്ച് പ്രോബ്ലംസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തിയറം 4.5.3 പ്ലസ് മൈനസ് തിയറം. നെയിമുള്ളൊരു തിയറം ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. Let S be a non-empty set of vectors in a vector space V. First one, if S is a linearly independent set and V is a vector in V that is outside of span of S, then the set S union singleton V that results by inserting V into S is still linearly independent. Second one, if V is a vector in S that is expressible as a linear combination of other vectors in S, and if S minus singleton V denotes the set obtained by removing V from S, then S and S minus singleton V span the same space, that is span of S equal to span of S minus singleton V. So ഒരു വെക്റ്റർ സ്പേസ് വിയുടെ ആ വിയിലുള്ള കുറച്ച് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്, നോൺ എംപ്റ്റി എന്ന് വെച്ചാൽ മിനിമം ഒരു വെക്ടറെങ്കിലും അവിടെ ഉണ്ടാവണം. അപ്പോൾ വെക്റ്റർ സ്പേസ് വിയിലുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് എസ്. ദെൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇതാണ് ആ പ്ലസ് മൈനസ് തിയറത്തിലെ പ്ലസ് എന്നുള്ളൊരു പാർട്ട്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, വി എന്നുള്ളത് സ്പാൻ ഓഫ് എസിൻ്റെ പുറത്തുള്ള വെക്റ്റർ സ്പേസ് വിയിലെ മറ്റൊരു വെക്റ്റർ, അതായത് സ്പാൻ ഓഫ് എസിലുണ്ടാവുക എസിലുള്ള വെക്റ്റേഴ്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും. എസിലുള്ള എല്ലാ വെക്റ്റേഴ്സും വിയിലുള്ളത് കൊണ്ട് എന്തായാലും സ്പാൻ ഓഫ് എസിലുണ്ടാവുക വിയിലുള്ള വെക്റ്റേഴ്സ് തന്നെയാണ്. അതായത് സ്പാൻ ഓഫ് എസ് എന്നുള്ളത് സബ്സെറ്റ് ഓഫ് വി തന്നെയായിരിക്കും. ദെൻ വി എന്നുള്ള സ്മോൾ വി എന്നുള്ളത് വെക്റ്റർ സ്പേസ് വിയിലെ സ്പാൻ ഓഫ് എസിന് പുറത്തുള്ള ഏതെങ്കിലും വെക്റ്റർ. ഞാൻ ജസ്റ്റ് പിക്ചോറിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് വെക്റ്റർ സ്പേസ് വി എന്ന് വിചാരിക്കുക. എസ് എന്നുള്ളത് അതിലുള്ള ഏതെങ്കിലുമൊക്കെ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൽ കുറച്ച് വെക്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ദെൻ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള വെക്റ്റേഴ്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും. അപ്പോൾ ഇതാണ് സ്പാൻ ഓഫ് എസ് എന്ന് വിചാരിക്കുക. ദെൻ സ്മോൾ വി, വെക്റ്റർ സ്പേസ് വി ക്യാപിറ്റൽ വി, സ്മോൾ വി എന്നുള്ളത് സ്പാൻ ഓഫ് എസിന് പുറത്തുള്ള വെക്റ്റർ സ്പേസ് വിയിലെ ഏതെങ്കിലുമൊക്കെ ഒരു വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്നുള്ള സെറ്റിൻ്റെ കൂടെ ഈ വി എന്നുള്ളൊരു വെക്ടറിനെയും കൂടിയും ചേർത്താൽ അതാണ് എസ് യൂണിയൻ സിംഗിൾട്ടൺ വി. അപ്പോൾ നമുക്ക് എസ്സിലുള്ള എത്ര വെക്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ കൂടെ ഒരൊറ്റൊരു വെക്ടറും കൂടിയും കൂടും, വി എന്നുള്ളൊരു വെക്ടറും കൂടിയും കൂടും. ആ സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എസ് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. വി എന്നുള്ളത് എസ്സിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത ഒരു വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ കൂടെ വിനെ ചേർത്താലും ലീനിയർ ഇൻഡിപെൻഡൻസിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പ്ലസ് മൈനസ് തിയറത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് വി എന്നുള്ളത് സെറ്റ് എസ്സിലുള്ള ഒരു വെക്ടർ. ആ വെക്ടറിൻ്റെ പ്രത്യേകത എസ്സിലുള്ള മറ്റു വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് അതിനെ എഴുതാൻ സാധിക്കും. വി എന്നുള്ളത് എസ്സിലുള്ള വെക്ടർ തന്നെയാണ്. ആ വെക്ടറിനെ എസ്സിലുള്ള മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. ദെൻ എസ് മൈനസ് സിംഗിൾട്ടൺ വി ഡിനോട്ട് ചെയ്യുന്നത് എസ്സിൽ നിന്നും ആ വെക്ടർ വിനെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ബാക്കി സെറ്റ്. അങ്ങനെയാണെങ്കിൽ എസ്സും ഈ എസ് മൈനസ് സിംഗിൾട്ടൺ വിയും സ്പാൻ ചെയ്യുന്നത് സെയിം സ്പേസിന് തന്നെയാണെന്നാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അതായത് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ വി. അപ്പോൾ ഇവിടെ വിയുടെ പ്രത്യേകത എസ്സിൽ തന്നെ ഉണ്ടാവണം. എസ്സിലുള്ള മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അതിനെ എഴുതാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്താലും സ്പാനിങ്ങിന് ആ സ്പാൻ ചെയ്യുന്ന സ്പേസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നമുക്ക് ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. ആദ്യത്തെ പാർട്ടിൽ പറയുന്നത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. വി എന്നുള്ളത് എസ്സിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കാത്ത വിയിലുള്ള വെക്റ്റർ സ്പേസ് വിയിലുള്ള ഒരു വെക്റ്റർ. അപ്പോൾ എസ് എന്നുള്ളത് തൽക്കാലം അതിലുള്ള വെക്റ്റേഴ്സ് V1 V2 എക്സെട്ര VR ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ വി എന്നുള്ള ഇതിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കാത്ത വി എന്നുള്ളൊരു വെക്ടറും കൂടി ചേർത്ത് കിട്ടുന്ന ആ സെറ്റാണ് ഇത്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് കാണിക്കണമെങ്കിൽ അതിലുള്ള എല്ലാ വെക്റ്റേഴ്സിൻ്റെയും പോസിബിൾ ആർബിട്രറി ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദെൻ
സ്കേലാർസ് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എല്ലാം ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അതല്ലെങ്കിൽ നോൺ സീറോ ആയിട്ട് മിനിമം ഒരാളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. കോമ്പിനേഷൻ 0 അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് K1V1 പ്ലസ് K2V2 പ്ലസ് എക്സെട്ര പ്ലസ് KRVR പ്ലസ് KR പ്ലസ് 1V അത് ഈക്വൽ ടു 0. 0 മീൻസ് ആ വെക്റ്റർ സ്പേസ് വിയിലെ 0 വെക്റ്റർ. അപ്പം എന്തായാലും K1 K2 അങ്ങനെ KR പ്ലസ് 1 ഇതെല്ലാം 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ലീനിയർ കോമ്പിനേഷൻ 0 തന്നെയാണ് കിട്ടുക. അപ്പം നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് കാണിക്കണമെങ്കിൽ അതല്ലാണ്ട് K1 K2 എക്സെട്ര KR പ്ലസ് 1 വരെയുള്ളതിൽ എല്ലാം 0 ആണെങ്കിൽ എന്തായാലും ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു നമുക്ക് 0 തന്നെ കിട്ടും. അത് ഒബ്വിയസ്ലി ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാണ്ട് വേറെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മിനിമം ഒരാളെങ്കിലും നോൺ സീറോ ആയിട്ട് പക്ഷെ കോമ്പിനേഷൻ എന്ത് വേണം 0 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ ആരെയും കിട്ടുന്നില്ല. ആകെയുള്ള ഓൺലി പോസിബിലിറ്റി എന്തായാലും ഒരു പോസിബിലിറ്റി ഉണ്ട്, എല്ലാം 0. അപ്പോൾ അത് മാത്രമാണ് ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആവാനുള്ള പോസിബിലിറ്റി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ K1V1 പ്ലസ് K2V2 പ്ലസ് എക്സെട്ര പ്ലസ് KRVR പ്ലസ് KR പ്ലസ് 1V ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. നമുക്ക് എന്തായാലും ഇതെല്ലാം ഈക്വൽ ടു 0 ആണെങ്കിൽ 0 തന്നെ കിട്ടും. ഇതല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയുന്ന കാര്യം KR പ്ലസ് 1 എന്തായാലും 0 വരണം. അതിൻ്റെ റീസണാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. KR പ്ലസ് 1 0 അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടൈമിന് ഇവിടെ നിർത്തുക. അവിടെ ഒരു മൈനസ് ഞാൻ ഇടുന്നു. ഓക്കെ, ഈ KR പ്ലസ് 1 വീനെ ഇവിടെ നിർത്തുന്നു. ബാക്കി എല്ലാ ടൈംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ KR പ്ലസ് 1 ഇൻറ്റു V ഈക്വൽസ് മൈനസ് K1V1 മൈനസ് K2V2 എക്സെട്ര മൈനസ് KRVR എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈനസ് ഓഫ് K1V1 പ്ലസ് K2V2 പ്ലസ് എക്സെട്ര പ്ലസ് KRVR. ദെൻ അതിനെ KR പ്ലസ് 1 നോൺ 0 അല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് KR പ്ലസ് 1 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആണ്. 0 ആകുമ്പോഴാണ് അവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിനെ KR പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ സ്കേലാർസിനെയും നമ്മൾ KR പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ K1 ബൈ മൈനസ് പുറത്തുണ്ട്, K1 ബൈ KR പ്ലസ് 1, ഇവിടെ K2 ബൈ KR പ്ലസ് 1, അങ്ങനെ KR ബൈ KR പ്ലസ് 1. ഇതെല്ലാം മറ്റു സ്കേലാർസ്, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കേലാർസ് ആയിരിക്കും. ഞാൻ ഇതിനെ C1 എന്ന് വിളിക്കുന്നു, C2 വിളിക്കുന്നു, അങ്ങനെ ഇതിനെ CR എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി V എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഈ മൈനസ് കൂടി ചേർത്തിട്ട്, അതായത് മൈനസ് K1 ബൈ KR പ്ലസ് 1 C2 മൈനസ് K2 ബൈ KR പ്ലസ് 1 C2 അങ്ങനെ. അപ്പോൾ നമുക്ക് വീനെ C1V1 പ്ലസ് C2V2 പ്ലസ് എക്സെട്ര പ്ലസ് CRVR എന്ന് എഴുതാവുന്നതാണ്. അതായത് എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നാവും. പക്ഷെ നമ്മുടെ ഇവിടെ അസംഷൻ എന്താ, V എന്നുള്ളത് സ്പാൻ ഓഫ് എസ്സിലില്ല. അതായത് എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ അസംഷൻ. സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും KR പ്ലസ് 1 0 ആയേ പറ്റൂ. അപ്പോൾ നമുക്കതാണ് ആദ്യം പറഞ്ഞത്. സോ KR പ്ലസ് 1 0 ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 1, ഈ ഒരു ഇക്വേഷൻ KR പ്ലസ് 1 ഈക്വൽ ടു 0 ആകുമ്പോൾ അതിങ്ങനെ റെഡ്യൂസ് ചെയ്യും. ഈ ലാസ്റ്റത്തെ ടൈം അവിടെ നിന്ന് പോവും. K1V1 പ്ലസ് K2V2 പ്ലസ് എക്സെട്ര പ്ലസ് KRVR ഈക്വൽ ടു 0. ഇനി ഇതെന്താണ്, എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ. എസ്സിലുള്ള വെക്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരുടെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതാവാനുള്ള ആകെ പോസിബിലിറ്റി, കാരണം എസ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 വരണമെങ്കിൽ ആകെയുള്ള പോസിബിലിറ്റി എന്താണ്, എല്ലാ സ്കേലാർസും ഈ K1 K2 എക്സെട്ര KR എന്തായാലും 0 വരണം. അല്ലെങ്കിൽ എന്താവില്ല, എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും, ഇൻഡിപെൻഡൻ്റ് ആവില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും K1 K2 അങ്ങനെ എല്ലാ KR വരെയുള്ള ഒരു 0. ഓൾറെഡി KR പ്ലസ് 1 0. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. എസ് യൂണിയൻ സിംഗിൾട്ടൺ V എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അടുത്ത പാർട്ടിൽ പറയുന്നത് എസ് എന്നുള്ളത് ഇതേപോലെ തന്നെ വെക്റ്റർ സ്പേസ് വിയുടെ ഏതെങ്കിലും ഒരു നോൺ എംപ്റ്റി സെറ്റ്, അതിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ വിനെ
ബാക്കിയുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എസ്സിൽ നിന്ന് ആ വെക്ടറിനെ എടുത്ത് കളഞ്ഞാലും സ്പാനിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. സോ നമ്മളിവിടെ എസ് എന്നുള്ള സെറ്റ് നേരത്തെ പോലെ V1 V2 എക്സെട്ര VR എന്ന് തന്നെ എടുക്കുന്നു. ദെൻ ഇതിലുള്ള ഏതെങ്കിലും ഒരു വെക്ടറിനെ ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ അസംഷൻ. തൽക്കാലം അത് VRനെയാണെന്ന് വിചാരിക്കുക. എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എടുക്കുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. പറയാൻ എളുപ്പത്തിന് വേണ്ടി VR ആണ് ബാക്കിയുള്ളവരുടെ VRനെ ബാക്കിയുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. VR ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CR മൈനസ് 1 VR മൈനസ് 1. അതായത് എസ്സിലെ VR ഒഴികെയുള്ള ബാക്കിയുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് VRനെ എഴുതാൻ പറ്റും എന്ന് അസ്യൂം ചെയ്യുന്നു. ഫോർ സം സ്കേലർ C1 C2 എക്സെട്ര CR മൈനസ് 1. ഇനി നമുക്ക് കാണിക്കേണ്ടത് എസ്സിൽ നിന്നും VRനെ കളഞ്ഞിട്ട് കിട്ടുന്ന പുതിയ സെറ്റ്, അതാണ് S മൈനസ് സിംഗിൾട്ടൺ VR. അതിൻ്റെ സ്പാനും എസ്സിൻ്റെ സ്പാനും സെയിം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം അല്ല, അതങ്ങനെ കാണിക്കണമെങ്കിൽ എസ്സിലുള്ള സ്പാൻ ഓഫ് എസ്സിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും സ്പാൻ ഓഫ് എസ് മൈനസ് VRലും ഉണ്ടായിരിക്കണം. ഇതെന്തായാലും സ്പാൻ ഓഫ് എസ് ആയിരിക്കും സൂപ്പർ സെറ്റ്. കാരണം എസ്സിൽ നിന്നും ഒരാളെ കളഞ്ഞിട്ട് കിട്ടുന്ന സെറ്റാണ് എസ് മൈനസ് സിംഗിൾട്ടൺ VR. അപ്പം എന്തായാലും എസ് മൈനസ് സിംഗിൾട്ടൺ VRൻ്റെ ആ സെറ്റിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെയും കൂടി ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ ഈ ഒരു പാർട്ട്, അതായത് സ്പാൻ ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ VR എന്നുള്ളത് ഓൾവേസ് സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ്. അത് നമുക്ക് ട്രിവിയലി അറിയാവുന്ന കാര്യമാണ്. സോ നമുക്കിവിടെ കാണിക്കേണ്ടത് രണ്ടും ഈക്വൽ ആണെന്നാണ്. അതായത് സ്പാൻ ഓഫ് എസ്സിലുള്ള എല്ലാവരും ഇങ്ങോട്ട് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതായത് സ്പാൻ ഓഫ് എസ് സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ VR എന്ന് നമുക്ക് കാണിച്ചാൽ മതി. അപ്പം അതിന് വേണ്ടി എന്താണ് വേണ്ടത്? സ്പാൻ ഓഫ് എസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കാണിക്കാൻ എയിലുള്ളൊരു മെമ്പറിനെ എടുത്താൽ അത് ബിയിലും കൂടി ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അതുപോലെ സ്പാൻ ഓഫ് എസ്സിൽ നിന്നൊരു വെക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ അത് സ്പാൻ ഓഫ് എസ് മൈനസ് VRലും ഉണ്ട് എന്ന് നമുക്ക് കാണിക്കണം. സ്പാൻ ഓഫ് എസ്സിൽ നിന്നും ഒരു വെക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ എസ് മൈനസ് VRലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടും എഴുതുവാൻ സാധിക്കും എന്നാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി സ്പാൻ ഓഫ് എസ്സിൽ നിന്നും W എന്നുള്ളൊരു വെക്ടറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനെന്തായാലും സ്പാൻ ഓഫ് എസ്സിൽ ഉണ്ട് എന്ന് വെച്ചാൽ എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ സ്പാൻ ഓഫ് എസ്സിൽ നിന്നും W എടുക്കുന്നത് കൊണ്ട് അപ്പോൾ Wനെ എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര പ്ലസ് KR VR മൈനസ് 1 പ്ലസ് KR VR, ഇതാണ് VR വരെയുള്ള വെക്ടേഴ്സ് എസ്സിലുണ്ട്, അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും എന്ന് നമുക്ക് എന്തായാലും കിട്ടും. കാരണം സ്പാൻ ഓഫ് എസ്സിൽ നിന്നാണ് എടുക്കുന്നത്. എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ Wനെ എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എന്തായാലും നമുക്ക് എഴുതാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്കേലാർസ് പോസിബിൾ ആണ്. ഇനി നമ്മൾ ഇക്വേഷൻ 2-ലെ VRനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CR മൈനസ് 1 VR മൈനസ് 1. അപ്പോൾ നമ്മളിവിടെ VRന് പകരം അതങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി W ഈക്വൽ ടു K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര പ്ലസ് KR മൈനസ് 1 VR മൈനസ് 1 പ്ലസ് KR ഇൻറ്റു C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CR മൈനസ് 1 VR മൈനസ് 1. ഇത് V1 V2 എക്സെട്ര VR മൈനസ് 1ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. V1 വരുന്ന ടൈംസ് K1 പ്ലസ് KR C1 ഇൻറ്റു V1, അടുത്തത് K2 പ്ലസ് KR C2 ഇൻറ്റു V2. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് KR മൈനസ് 1 KR മൈനസ് 1 പ്ലസ് KR CR മൈനസ് 1 ഇൻറ്റു VR മൈനസ് 1. അപ്പോൾ ഇത് ഒരു സ്കേലാർ ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ ഞാൻ മറ്റൊരു സ്കേലാർ H1 H2 എന്ന് അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്തായാലും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇത് എസ് മൈനസ് സിംഗിൾട്ടൺ VR. ഇതിൽ VR ഇല്ല. VR മൈനസ് 1 വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? അത് സ്പാൻ ഓഫ് എസ് മൈനസ് VRലുള്ള ആളാണ്. സോ W സ്പാൻ ഓഫ് എസ്സിൽ നിന്ന് ആർബിട്രറി ആയിട്ട് ഒരു W ചൂസ് ചെയ്തപ്പോൾ അത് സ്പാൻ ഓഫ് എസ് മൈനസ് VRലും ഉണ്ടെന്ന് കിട്ടി. സോ സ്പാൻ ഓഫ് എസ് അതിൻ്റെ സബ്സെറ്റ് ആണ്. ഓൾറെഡി സ്പാൻ ഓഫ് എസ് മൈനസ് VR സ്പാൻ ഓഫ് എസിൻ്റെ സബ്സെറ്റ് ആണ്. അത് രണ്ടും കൂടി
കമ്പൈൻ ചെയ്യുമ്പോൾ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ വി ആർ. ഇതാണ് നമുക്ക് പാർട്ട് ബിയിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് അടുത്തത്. നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കാൻ. ഈ ഒരു തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് പോളിനോമിയലിൻ്റെ കളക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി സ്പെസിഫൈ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ P3 തന്നെ എടുക്കാം. ഇത് സ്മോൾ P3, ഞാൻ ക്യാപിറ്റൽ P3 ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. ഇത് സ്മോൾ P1, സ്മോൾ P2 അങ്ങനെ സ്മോൾ P3 വരെ. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് P3 P4 അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ഇത് 3 വെക്റ്റേഴ്സ് ഉണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ പ്ലസ് മൈനസ് തിയറത്തിൻ്റെ പാർട്ട് എ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ തന്നെ അറിയാം 2 വെക്റ്റേഴ്സിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ലീനിയർലി ഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടർ മറ്റൊരു വെക്ടറിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആവണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നെയ്തർ ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. അങ്ങനെയാണെങ്കിൽ ആ 2 വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് P1നെ സം k ഇൻറ്റു P2 ഈ മോഡലിൽ എഴുതാൻ പറ്റില്ല. തിരിച്ച് P2നെ സം k ഇൻറ്റു P1 ഈ ഒരു മോഡലിലും എഴുതാൻ പറ്റില്ല. അപ്പോൾ 2 ഇൻറ്റു P1 ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടുക 2 മൈനസ് 2x സ്ക്വയർ എന്നാണ്. അപ്പോൾ അതല്ല ഇവിടെ 2 മൈനസ് എക്സ് സ്ക്വയറേ ഉള്ളൂ. തിരിച്ചായെങ്കിലും 1/2 ഇൻറ്റു P2 ചെയ്താലും നമുക്ക് ആവശ്യമുള്ളതല്ല കിട്ടുക, P1 അല്ല കിട്ടുക. സോ P1 P2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ല. തിരിച്ച് P2 P1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും അല്ല. അപ്പോൾ അതിൽ നിന്നും ഈ സെറ്റ് P1 P2 എന്നുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അത് 2 വെക്റ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് എളുപ്പമാണ്. ഇനി ഇതിൻ്റെ കൂടെ ഈ P3നെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. കാരണം P3നെ ഇവരുടെ രണ്ടാളുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല. കാരണം ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, ഇതും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. P3 ആരാണ്? തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. സോ ഇതിൻ്റെ എങ്ങനെയുള്ള പോസിബിൾ K1 P1 പ്ലസ് K2 P2 എങ്ങനെ എടുത്താലും നമുക്ക് ഡിഗ്രി 3 ഉള്ളത് കിട്ടില്ല. K1 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ, റിയൽ നമ്പർ. K1 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് K2 ഇൻറ്റു 2 മൈനസ് എക്സ് സ്ക്വയർ. ഇതൊരിക്കലും നമുക്ക് എക്സ് ക്യൂബ് എന്ന് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ക്യൂബിനെ എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കില്ല. അതായത് P3 സ്പാൻ ഓഫ് എസ്സിൻ്റെ പുറത്തുള്ള ആളാണ്. സോ നമ്മുടെ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ P3നെ ജോയിൻ ചെയ്താലും സെറ്റിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. എസ് യൂണിയൻ സിംഗിൾട്ടൺ P3യും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റി. ഇനി ബേസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു തിയറമാണ് തിയറം 4.5.4. ലെറ്റ് വി ബി എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറമാണ്. ആൻഡ് ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി with n vectors, then S is a basis for V if and only if S spans V or S is linearly independent. അപ്പോൾ V ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കുക. എസ്സിലുള്ള സെറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് n ആണെന്ന് വിചാരിക്കുക. എസ് എന്നുള്ളത് വിയുടെ ഒരു സബ്സെറ്റ്, അതിൽ n വെക്റ്റേഴ്സ് ആണ്. ദെൻ എസ് ബേസിസ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഒന്നുകിൽ എസ് വീനെ സ്പാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. സാധാരണ നമ്മൾ പറയാറ് ഒരു വിയുടെ സബ്സെറ്റ് എസ് ബേസിസ് ആവണമെങ്കിൽ അത് വീനെ സ്പാൻ ചെയ്യണം, അതുപോലെ തന്നെ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. രണ്ടും നമുക്ക് വേണം. ഇവിടെ എസ്സിലെ n വെക്റ്റേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി. ഒരെണ്ണം ഹോൾഡ് ചെയ്താൽ മറ്റേതും എന്തായാലും ഉണ്ടാവും. അതായത് എസ് വീനെ സ്പാൻ ചെയ്താൽ എസ് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. തിരിച്ച് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എസ് എന്തായാലും വീനെ സ്പാൻ ചെയ്യും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം എസ്സിൽ n വെക്റ്റേഴ്സ് ആണ്, എസ് വീനെ സ്പാൻ ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ബേസിസ് ആണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി എസ് ബേസിസ് ആവണമെങ്കിൽ സ്പാൻ ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. സോ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ്സിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററിനെ ബാക്കിയുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതാണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ പ്രത്യേകത.
അപ്പോൾ എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എസ്സിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വെക്റ്റർ വീനെ നമുക്ക് ബാക്കിയുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലസ് മൈനസ് തിയറത്തിൻ്റെ പാർട്ട് ബി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്സിലുള്ള സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്, അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വെക്റ്റർ വീനെ ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആ സെയിം ആ വെക്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്താലും പഴയ സെറ്റിൻ്റെ സ്പാൻ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. സ്പാനിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്നും അയാളെ എടുത്ത് കളഞ്ഞാലും സ്പാനിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീനെ എടുത്ത് കളയുന്നു. അപ്പോൾ എസ്സിൽ ഓൾറെഡി n വെക്റ്റേഴ്സ് ആണ്, വീനെ കളഞ്ഞു. അപ്പോൾ അവിടെ n-1 വെക്റ്റേഴ്സ് ആയി. പക്ഷേ സ്പാനിന് മാറ്റില്ല. നമ്മുടെ അസംഷൻ എസ് വീനെ സ്പാൻ ചെയ്യുന്നു. സോ എസ്സിൽ നിന്നും വീനെ കളഞ്ഞു, സ്മോൾ വീനെ കളഞ്ഞു. അവിടെ n-1 വെക്റ്റേഴ്സ് ആണ്, അത് മാറിനെ തന്നെ സ്പാൻ ചെയ്യും. വി എന്നുള്ള വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യും. അതാണ് നമ്മൾ തിയറം 4.5.3 പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ 4.5.2 അതിൻ്റെ പാർട്ട് ബിയിൽ, തിയറം 4.5.2 പാർട്ട് ബിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അവിടെ n-നേക്കാൾ കുറവ് വെക്റ്റേഴ്സ് ആണ് അതിൻ്റെ സബ്സെറ്റ് എന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഉപയോഗിച്ച് ആ സ്പേസിനെ സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയില്ല. n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അതിനെ സ്പാൻ ചെയ്യണമെങ്കിൽ മിനിമം n വെക്റ്റേഴ്സ് വേണം. n-നേക്കാൾ ഫ്യൂവർ ദാൻ n വെക്റ്റേഴ്സ് ആണെങ്കിൽ അത് അതിനെ സ്പാൻ ചെയ്യില്ല. അപ്പോൾ ആ ഒരു തിയറത്തിനോട് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. ഇവിടെ എന്താ പറഞ്ഞത്, വിയുടെ ഡയമെൻഷൻ n ആണ്, അതിൽ നിന്ന് ഒരാളെ കളഞ്ഞു, എസ്സിൽ നിന്നും ഒരു വെക്റ്ററിനെ കളഞ്ഞു. അപ്പോൾ അവിടെ n-1 വെക്റ്റേഴ്സ് ആയി, സ്റ്റിൽ അത് വീൻ സ്പാൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n-1 വെക്റ്റേഴ്സ് ഉപയോഗിച്ച് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വീനെ സ്പാൻ ചെയ്യുന്നു. അത് തിയറം 4.5.2ൻ്റെ പാർട്ട് ബിയോടെ ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ നമ്മുടെ അസംഷൻ തെറ്റാണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്, അത് തെറ്റാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് എല്ലായിന്ന് ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. തിരിച്ച് എസ് ഇതുപോലെ തന്നെ n വെക്റ്റേഴ്സ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ബേസിസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമുക്ക് എസ് വീനെ സ്പാൻ ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പം അങ്ങനെയല്ല എന്ന് വിചാരിക്കുക, എസ് എന്നുള്ളത് വീനെ സ്പാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ വിയിലെ സ്പാൻ ഓഫ് എസ്സിന് പുറത്തുള്ള മിനിമം ഒരു വെക്ടറെങ്കിലും ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിക്ചോറിക്കലി ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ് വീനെ സ്പാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പാനിൽ പെടാത്ത, എസിൻ്റെ സ്പാനിൽ പെടാത്ത മിനിമം ഒരു വെക്ടറെങ്കിലും ഈ വെക്ടർ സ്പേസ് വിയിലുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ തൽക്കാലം വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ വെക്ടറിനെ നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ വി എന്നല്ല w എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എസിൻ്റെ കൂടെ അങ്ങോട്ട് ചേർക്കുന്നു. w എന്നുള്ളത് സ്പാൻ ഓഫ് എസ്സിലില്ല, എസ്സിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എസിൻ്റെ കൂടെ ഈ w കൂടിയും ചേർക്കുന്നു. എസ്സിൽ ഓൾറെഡി n വെക്റ്റേഴ്സ് ഉണ്ട്, w കൂടി വന്നപ്പോൾ n+1 വെക്റ്റേഴ്സ്. നമ്മൾ പ്ലസ് മൈനസ് തിയറത്തിൻ്റെ പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ട്, എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, അതിൻ്റെ സ്പാനിൽ പെടാത്തൊരു വെക്ടറാണ് വി എന്നുണ്ടെങ്കിൽ എസിൻ്റെ കൂടെ വീനെ ചേർത്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. ആ പുതിയ സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. ഇവിടെ എസ്സിൽ n വെക്റ്റേഴ്സ് ഉണ്ട്, w അതിൻ്റെ സ്പാനിൽ പെടാത്ത, എസിൻ്റെ സ്പാനിൽ പെടാത്ത ഒരു വെക്ടർ. സോ എസ് യൂണിയൻ സിംഗിൾട്ടൺ w, അവിടെ n+1 വെക്റ്റേഴ്സ് ഉണ്ട്. ആ പ്ലസ് മൈനസ് തിയറത്തിൻ്റെ പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സെറ്റ് എന്തായി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. അവിടെ n+1 വെക്റ്റേഴ്സ് ഉണ്ട്. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം തിയറം 4.5.2യുടെ പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അവിടെ n-നേക്കാൾ കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുള്ളൂ, അതായത് ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി n+1 വെക്റ്റേഴ്സ് ഉണ്ട്, n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. നമ്മുടെ അസംഷൻ തെറ്റാണ്. സ്പാൻ ചെയ്യില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ എസ് എന്തായാലും വീനെ സ്പാൻ ചെയ്യും. സോ എസ് വിയുടെ ഒരു ബേസിസ് ആണ്. അപ്പോൾ ഇതാണ് ഈ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ്. ബൈ ഇൻസ്പെക്ഷൻ ബേസിസ് ആണെന്ന് കാണിക്കാനുള്ളതാണ്. ഞാൻ വേഗം എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട് R2ലെ, അത് ബേസിസ് ആണ്, R2ൻ്റെ ബേസിസ് ആണ് എന്നാണ് ആദ്യത്തെ പാർട്ടിൽ പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ തിയറം, അതായത് 4.5.4 ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ V1
എന്നുള്ളത് V2ൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ അല്ല, തിരിച്ച് നമുക്ക് V2നെ സം KR ഇൻറ്റു V1, അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കേലാർ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് V1 V2 എന്താണ്, സെറ്റ് V1 V2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. R2ൻ്റെ ഡയമെൻഷൻ 2 ആണ്, ഡയമെൻഷൻ ഓഫ് R2 2, അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ n-ന് പകരം അവിടെ 2 ലീനിയർ, രണ്ട് വെക്റ്റേഴ്സുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏതെങ്കിലും ഒന്ന് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സോ എന്തായാലും സ്പാൻ ചെയ്യും, അതുകൊണ്ട് ഇത് ബേസിസ് ആണ്. തിരിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം V1 V2 അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം നേരത്തെ പോലെ ഒന്നിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ അല്ല. V1 ഇൻറ്റു സം നമ്പർ ചെയ്താൽ V2 കിട്ടില്ല, തിരിച്ച് V2 ഇൻറ്റു ഒരു റിയൽ നമ്പർ ചെയ്താൽ V1 കിട്ടില്ല. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്പാനിൽ പെടാത്ത, സ്പാൻ ഓഫ് V1 V2ൽ പെടാത്ത ഒരാളാണ് V3, കാരണം V3യുടെ സെക്കൻഡ് കോർഡിനേറ്റ് 0 അല്ല, അവിടെ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് സം K1 ഇൻറ്റു V1 പ്ലസ് K2 ഇൻറ്റു V2 ചെയ്താൽ V3 കിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്, V1ൻ്റെയും V2ൻ്റെയും സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ K1 ഇൻറ്റു 2 0 മൈനസ് 1 പ്ലസ് K2 ഇൻറ്റു 4 0 7, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇവിടെ 2K1 0 മൈനസ് K1 പ്ലസ് 4K2 0 7K2. ഇപ്പോൾ ഇത് ആഡ് ചെയ്താലും 2K1 പ്ലസ് 4K2, സെക്കൻഡ് കോർഡിനേറ്റ് സ്റ്റിൽ 0, ഇത് മാത്രമേ അവിടെ പോസിബിലിറ്റി ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒപ്പിക്കാം, പക്ഷേ സെക്കൻഡ് കോർഡിനേറ്റ് നമുക്ക് 0 അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ. ഇവിടെ V3യിൽ അത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലല്ല, സെക്കൻഡ് കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ V3 ഇതിൻ്റെ സ്പാനിലില്ല. അപ്പോൾ നമ്മുടെ പ്ലസ് മൈനസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ V1 V2 V3 എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ചേർത്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഡയമെൻഷൻ ഓഫ് R3, ഇവിടെ 3 വെക്റ്റേഴ്സ് ഉണ്ട്, ഡയമെൻഷൻ ഓഫ് R3 3U ആണ്. സോ തൊട്ട് മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് സ്പാൻ ചെയ്യും, അതായത് ബേസിസ് ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ.